IMGയുടെ ഡയറക്ടർ പദവിയിൽ ഇരിക്കുമ്പോഴാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സർക്കാർ നിയമിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയേൽക്കുകയും ചെയ്തു. ഇപ്പോൾ B. അശോക് IAS അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. 2 പദവികൾ ഒരേ സമയം ഇരിക്കുന്നു. ജയകുമാറിന് വലിയ തിരിച്ചടിയാവില്ലേ ഇത്? തിരിച്ചടി മാത്രമല്ല, നാണക്കേടും വൃത്തികേടും ഒക്കെ അല്ലേ ഇത്. ഒരു അന്തസ് വേണ്ടേ മനുഷ്യനായി കഴിഞ്ഞാൽ? ജയകുമാറിന് അറിയാവുന്ന കാര്യമില്ലേ ഇത്? അതായത് കാർഷികോൽപാദന കമ്മീഷണറാണ് ഡോക്ടർ B. അശോക്. അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ അല്ലേ പോരാടുന്ന ഒരാളാണ്, ഒരു പോരാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സർക്കാർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയൊക്കെ സമീപിക്കുന്നൊക്കെ ഉണ്ട്. അദ്ദേഹം അതിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. ഈ കാർഷികോൽപാദന കമ്മീഷൻ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി ജൂനിയർ തസ്തികയിലുമൊക്കെ ജൂനിയർ ആളുകളെയൊക്കെ വെക്കേണ്ട തസ്തികയിലൊക്കെ കൊണ്ട് ഇരുത്താനുള്ള ശ്രമവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ ഒരു വഴിക്ക്. അപ്പോൾ ഈ 2 ശമ്പളം ഒരാൾ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ IMGയുടെ ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ തസ്തികയില്, അതിന്റെ ഡയറക്ടർ തസ്തികയിൽ ഇരിക്കുമ്പോ ഇല്ലേ ഒരു ശമ്പളമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ, അവിടെ നിന്നും കാശ് മേടിക്കാൻ പറ്റില്ല. ഇരട്ട പദവിയും പറ്റില്ല. 2 സ്ഥലത്ത് ഇങ്ങനത്തെ 2 സ്ട്രക്ചർ അല്ലേ, 2 സ്ഥാപനങ്ങളില്ലേ. 2 സ്ഥാപനങ്ങളുടെ തലപ്പത്ത് എങ്ങനെ വരാൻ പറ്റും? ഇനി ജയകുമാറിന്റെ വാദം ഞാൻ 2 സ്ഥലത്ത് നിന്നും ശമ്പളം മേടിക്കില്ല എന്നാണെങ്കിൽ 2 പദവി, 2 സ്ഥാപനത്തിന്റെ പദവികൾ ഇരിക്കുന്നതും വൃത്തികേടല്ലേ? ഈ സർക്കാർ 2 ശമ്പളം സാധാരണഗതിയിൽ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. പെൻഷനും 2 സ്ഥലത്ത് നിന്നുള്ളതിന് കൊടുക്കില്ല. ഇതിൻ്റെ അകത്ത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് IMG അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്ത് കെ ജയകുമാർ ഇരിക്കുന്നത് തന്നെ നിയമവിരുദ്ധാണ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ അശോക് കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം IMGയുടെ നിയമപ്രകാരം അവിടെ 60 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് നിയമനം, ഡയറക്ടർ സ്ഥാനത്ത് നിയമനം ഉണ്ടാവുക. ഇതിന്റെ പേര് ഈ നേരത്തെ അതിന്റെ ഡയറക്ടർ ജനറൽ എന്നൊക്കെ ആയിരുന്നു അതിന്റെ പദവിയുടെ പേര്. 60 വയസ്സ്. അപ്പൊ സർക്കാർ ഈ കേസൊക്കെ വന്നപ്പോ ഞങ്ങൾ റീഡെസിഗ്നേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു നിന്ന് എടുത്തു വെക്കുന്നത് പോലെ ഇയാളെ ജയകുമാറിനെ എടുത്തു വെച്ചതാണ്. ജയകുമാറിന് 74 വയസ്സുണ്ടല്ലോ. 60 വയസ്സ് വരെയുള്ളവർക്ക് ഇരിക്കാവുന്ന തസ്തികയാണ് ഈ IMGയിലുള്ളത്. അപ്പൊ സർക്കാരിന് പല സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആളുകൾ റിട്ടയർ ചെയ്ത ശേഷം പ്രൊട്ടക്ട് ചെയ്ത് 10-14 കൊല്ലമായിട്ട് വേറെ അല്ലേ അദ്ദേഹത്തിന് മറ്റേ തുഞ്ചൻ സർവകലാശാല വൈസ് ചാൻസലർ, ഇങ്ങനെ സർക്കാർ നിരന്തരം എന്തെങ്കിലുമൊക്കെ ചുമതലകൾ കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പല ആളുകൾക്കും ബെഹ്റ അല്ലേ, ഇങ്ങനെ പല ആളുകൾക്കും റിട്ടയർ ചെയ്ത ശേഷം ഒരുപാട് ഉപകാര സ്മരണ എന്നുള്ള നിലയ്ക്ക് പലതും ചെയ്തു കൊടുത്തിട്ടൊക്കെ ഉണ്ട്. തിരൂര് തന്നെ തുഞ്ചൻ മറ്റേ എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ സ്ഥലമെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുമൊക്കെ അവിടെ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നാണല്ലോ. അപ്പോൾ സാധാരണഗതിയിൽ ഒരു അന്തസ്സും മര്യാദയുള്ള ആളാണെങ്കിൽ, ഇങ്ങനെ സിനിമാ സംവിധായകൻ മുമ്പ് M. കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകനാണല്ലോ. അപ്പോൾ ഈ അന്തസ്സും ഒക്കെ ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഈ IMGയിലത്തത് വേണ്ടെന്ന് വെച്ചിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് അങ്ങ് പോകാമായിരുന്നു. പക്ഷെ ഇപ്പൊ കേസ് വന്നപ്പോൾ പറയുന്നത് ഞാൻ ആ പദവി ഒഴിയുമെന്ന. ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. നേരത്തെ ചെയ്യണമല്ലോ. ഇങ്ങേർക്ക് 1951 ഈ ഓൾ ഇന്ത്യ സർവീസ് ചട്ടമൊക്കെ നന്നായിട്ട് തിട്ടമുള്ള ആളല്ലേ, അതറിയില്ലേ? അതറിയാം. IMGയുടെ നിയമങ്ങൾ അറിയില്ലേ? IMGയിൽ പോകാൻ പാടില്ലായിരുന്നല്ലോ. അപ്പൊ അന്തസ്സില്ല, പോയില്ല. ആ ജോലി വേണം എന്ന് ആഗ്രഹിച്ചു. വേറെ എന്തെങ്കിലും ആഗ്രഹിക്കാമല്ലോ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിൽ തന്നെ 60 വയസ്സ് വരെയുള്ള ആളുകൾക്കല്ലേ ഡയറക്ടറായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പൊ സർക്കാർ ഇങ്ങനെ അപകഷ്ടങ്ങൾ കൊടുക്കണമെങ്കിൽ സർക്കാരിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടല്ലേ പ്രത്യുപകാരം? എന്തൊക്കെ വേണ്ടപ്പെട്ട ആളാണ് എന്നുള്ള അവരുടെ കൂടെ ചേർന്നിരിക്കുന്നു എന്നൊക്കെയുള്ള തോന്നലാണ് നമുക്കുണ്ടാവുക. ഇപ്പോ പ്രിൻസിപ്പൽ ജില്ലാ കോടതി തിരുവനന്തപുരത്ത് ഈ കേസിൽ ഈ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും
ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ സർക്കാർ ശമ്പളം പറ്റുന്ന ആള് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗം പോലും ആകാൻ പറ്റില്ല, എന്നിട്ടല്ലേ പ്രസിഡന്റ് ആകും. ഗുരുതരമായ ചട്ടം. അതെ, അംഗവും ആകാൻ പറ്റില്ല, പ്രസിഡന്റും ആകാൻ പറ്റില്ല, സർക്കാർ ശമ്പളം പറ്റുന്ന ആൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോ അവിടെയാണ് ഈ ചെന്ന് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ജയകുമാർ ഇതിൽ കണ്ടിട്ടുണ്ടാവുന്നത് IMG ഡയറക്ടറായ ഇതിനെതിരെ കേസിന് കൊടുത്തിട്ടുണ്ടല്ലോ അശോക്, അതിൽ ജയകുമാറിനെതിരെ വിധി വന്നാൽ വേറൊരെണ്ണം കക്ഷത്തിലിരിക്കട്ടെ, അങ്ങനെ ആയിരിക്കും അല്ലെ, 2 പദവിയും കൂടി വെച്ച് ഇത് പോയാൽ അവിടെ ഉണ്ടല്ലോ, മറ്റേതിൽ തട്ട് കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കക്ഷത്തിലുള്ളത് വിടാനും പറ്റില്ല, ഉത്തരത്തിലുള്ളതും വേണം എന്നുള്ള മട്ടിലാണ് ഇത് ഈ നാണം കെട്ട പരിപാടി ജയകുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചന്ദനലേപ സുഗന്ധമൊന്നും അല്ല, കംപ്ലീറ്റ് ദുർഗന്ധമാണ്, അതാണ് സംഭവം. അപ്പോ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കാർ സെക്കുലർ ആണല്ലോ, സർക്കാരിന് അമ്പലത്തിന്റെ ഭരണമൊന്നും നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊരു ഓട്ടോണമസ് ബോഡിയൊക്കെയാണ്, അതിൻ്റെ അകത്ത് സർക്കാരിന് കയറിയ അഭിപ്രായങ്ങളൊന്നും പറയാനും പറ്റില്ല, അവർക്ക് അവരുടേതായ ഭരണമൊക്കെ നടത്തി കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഈ 2016 മുതല് IMGയിൽ ജയകുമാർ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. കാരണം അന്ന് ഇങ്ങേർക്ക് വേണ്ടി പുതുതായിട്ട് പദവിയുടെ പേരൊക്കെ മാറ്റി ഡെസിഗ്നേറ്റ് ചെയ്തിട്ടാണ് IMGയിൽ ജയകുമാർ ഇരിക്കുന്നത്. ഇങ്ങനെ പല മാന്യന്മാരായ ആളുകളും റിട്ടയർ ചെയ്ത ശേഷം വേറെ എന്തെങ്കിലും പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയോ, നിങ്ങൾക്ക് കവിതയൊക്കെ എഴുതിക്കൊണ്ടിരിക്കാമല്ലോ, സൂര്യാംശു ഓരോ വയൽപ്പൂവിലും എന്നൊക്കെ എഴുതിയിട്ടില്ലേ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ജയകുമാർ എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഓരോ തവണയും സർക്കാർ നൽകുന്ന ഈ ഔദാര്യങ്ങൾ ഇങ്ങനെ കൈപ്പറ്റുമ്പോൾ ജനങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാകില്ല. ഇപ്പം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന എന്തിനാ, ആ ദേവസ്വം ബോർഡ് മുഴുവൻ ദുഷ്പേര് കേൾപ്പിച്ചു, ഇവർ മുഴുവൻ കവർച്ചക്കാരാണ്, കൊള്ളക്കാരാണെന്നുള്ള ഇമേജ് ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനതകൾക്കിടയിലും ഉണ്ടായി. ആ ഇമേജ് വീണ്ടെടുക്കാനായിട്ട് ജയകുമാറിനെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ സാറ് പറയുന്ന പോലെ അവിടുത്തെ പദവി പോയാൽ ഇവിടുത്തെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലൊക്കെ ഈ പദവി ഏറ്റെടുക്കാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരു നല്ല മനസ്സല്ലല്ലോ. പിന്നെ നിങ്ങളോ പ്രേക്ഷകരോ വിചാരിക്കുന്നത് പോലെ അല്ല ശരിക്കും ഇവരുടെയൊക്കെ കഥകൾ. എനിക്ക് ജയകുമാറിന്റെ നാഗ്പൂർ മുതലുള്ള കഥകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഈ വിചാരിക്കുന്ന പോലുള്ള വലിയ സംഭവമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നത് ശരിയല്ല. അപ്പോ ഇതിൻ്റെ അകത്ത് ഈ പല IASകാരും നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. NS മാധവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണല്ലോ ജയകുമാർ. അപ്പൊ വേറൊരു എഴുത്തുകാരന്റെ കാര്യം പറയാം. AK ആന്റണി സെക്രട്ടറി ആയിട്ട് NS മാധവൻ പോയിരുന്നില്ലേ? ജൂനിയർ ആയ ആളുകൾ പോയിരിക്കുന്ന പദവിയായിരുന്നു അത്. AK ആന്റണിയുടെ സെക്രട്ടറി ആയിട്ട് NS മാധവൻ പോയപ്പോ അത്രയും സീനിയറായ NS മാധവൻ അങ്ങനത്തെ ഒരു പദവിയിൽ പോയിരിക്കുന്നത് ഗുണമുള്ള കാര്യമല്ലായിരുന്നു. വല്ല പ്രിൻസിപ്പൽ സെക്രട്ടറിയോ വലിയ എന്തെങ്കിലും സംഭവമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വെറുതെ അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിട്ട് പോയിരുന്ന് ഓർക്കുന്നില്ലേ? അങ്ങനെയൊക്കെ ചെയ്യും. എറണാകുളത്തെയൊക്കെ പഴയ ബന്ധമൊക്കെ വെച്ചിട്ട് പല IASകാർ ഈ ജൂനിയർ പൊസിഷനിലൊക്കെ ഒരു നാണമില്ലാതെയൊക്കെ പോയിരിക്കാറൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും പദവി മതി, അധികാരത്തിന്റെ ഏതെങ്കിലും കോണിൽ നിൽക്കാൻ എങ്ങനെയെങ്കിലും വല്ല ബന്ധോ അടുപ്പോ. ഒന്നാമത് ബീഹാർ കേഡറിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന ആളാണല്ലോ അന്ന് മാധവൻ. അദ്ദേഹം ബീഹാർ കേഡർ IAS. ബീഹാർ കേഡർ അല്ലേ? അപ്പൊ IAS ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ ഇപ്പൊ ജയതിലക് എന്ന് പറയുന്ന ആള് ഇല്ലേ, CBI കേസില്ലേ ജയതിലകത്തിനെതിരെ. അപ്പൊ ജയതിലക് ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ, ഒരു ദശാസന്ധിയിൽ ഇങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.